ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ വന്നിട്ടിട്ട് നല്ല രീതിയിൽ തിരക്കുകളും കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ എനിക്ക് ഇടാൻ ഇഷ്ടം, എൻ്റെ ചാനലിൽ ഇടാൻ ഇഷ്ടം ഹാർവെസ്റ്റിംഗ് വീഡിയോയും പിന്നെ എൻ്റെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, വിഷമമുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വേനലാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് കേരളം നിന്ന് പൊള്ളുകയാണ് അല്ലേ, ഭയങ്കരമായ ചൂടെന്ന് പറഞ്ഞാൽ അതിശൈത്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ചൂടുള്ള സമയത്ത് മനുഷ്യന്മാർക്ക് തന്നെ വെള്ളം കിട്ടാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും കൃഷിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഒരുപാട് വിത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. സ്റ്റാർ പയറിൻ്റെത്, വാളം പയർ, അതുപോലെ തന്നെ നിത്യവഴുതന, പയറിൻ്റെ തന്നെ 3-4 വെറൈറ്റി, കുറ്റിപ്പയർ, ചുവന്ന പയർ, അങ്ങനെ പല വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ കൃഷിയിലേക്ക് ഇറക്കാത്തതിന് കാരണം വെള്ളം കുറവാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ മുനിസിപ്പാലിറ്റി പൈപ്പുണ്ട്, അല്ലാതെ തന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളമുണ്ട്. അപ്പോൾ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നതിനൊരു പരിധിയുണ്ട്. കാരണം വെള്ളം വീട്ടുപയോഗത്തിനും തുണി കഴുകാനും എല്ലാത്തിനും ആ കിണറ്റിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുനിസിപ്പാലിറ്റി പൈപ്പിലെ വെള്ളം ഞാൻ കൃഷിക്കാണ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഒരു 2 ദിവസമൊക്കെ വെള്ളം, അല്ലെങ്കിൽ 1 ദിവസമൊക്കെ വെള്ളം കിട്ടാതെ വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഈ വെള്ളം വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഞാൻ നനയ്ക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും എൻ്റെ ഗാർഡനിൽ കുറച്ചെങ്കിലും വെജിറ്റബിൾസ് കിട്ടാറുണ്ട്. കൂടുതലും ചീര ഇനത്തിൽപ്പെട്ട 2-3 ചീരകളുണ്ട്. അതുപോലെ തന്നെ കോവയ്ക്ക എനിക്ക് ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ. എൻ്റെ അയൽവാസികൾക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മോൾക്ക്. എന്നാലും മോന് കൂടുതൽ ഇഷ്ടം തന്നെയാണ്. അവന് വെജിറ്റബിൾ ചോറ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കൂടെ ഉണ്ടാവണം എന്ന് നിർബന്ധമാണ് കേട്ടോ. എങ്കിൽ അവൻ ചോറ് കഴിക്കും. എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഈ ചെടിയും അത്രയും ഇഷ്ടമാണ് കേട്ടോ. ഇതിന് ചെറുതായിട്ട് എന്താ പറയുക, വാട്ടം സംഭവിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് വെള്ളം കുറവായിരുന്നാലും ഞാൻ കിണറ്റിലെ വെള്ളം കെറ്റിലിൽ കൊണ്ടുവന്ന് എൻ്റെ ഈ കോവയ്ക്കും അതുപോലെ തന്നെ ചീര ഐറ്റങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഒത്തിരി കോവയ്ക്ക ഉണ്ടാവാറുണ്ട് കേട്ടോ. നല്ല നമ്മൾ പറയാം, അത്യാവശ്യം ഒരു അടുക്കളത്തോട്ടമുള്ളവർ എവിടെ നിന്നെങ്കിലും കുറച്ച് കോവലിൻ്റെ തണ്ട് 1-2 മതി, ധാരാളം ഒരു വീട്ടിലും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അയൽപക്കത്തോ ബന്ധുക്കൾക്കോ കൊടുക്കാനും സാധിക്കും കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചാണകപ്പൊടിയൊന്നും കിട്ടാനില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലും പൊടിയൊക്കെയാണ് ഞാനിതിന് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ വേപ്പെണ്ണ മിശ്രിതം ഇലകൾക്കൊക്കെ തളിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. വേറെ പുഴുക്കടിയോ വേറെ ഉള്ള ഒരു കീടങ്ങളുടെ അറ്റാക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനതങ്ങനെ വേപ്പെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ആ പൂക്കളെല്ലാം കായാവാറുണ്ട്. ആൺപൂക്കൾ മാത്രം ഒഴിഞ്ഞു നിൽക്കുന്നതല്ല, അല്ലാതെ ഉണ്ടാവുന്ന പെൺപൂക്കളെല്ലാം കായായി മാറാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ഒരുപാട് വെയിലത്ത് വെച്ചിരുന്നാൽ വരില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് പണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു കോവയ്ക്ക. പക്ഷെ ഒത്തിരി വെയിലായതുകൊണ്ട് അധികം എനിക്ക് കോവയ്ക്ക കിട്ടിയില്ല. പക്ഷേ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഓവറായിട്ട് വെയിലും ഇല്ല, പക്ഷെ അത്ര വെയിൽ കുറവല്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി കോവയ്ക്ക കിട്ടാറുണ്ട്. ഉപ്പേരിക്കും അതുപോലെ തന്നെ പൊരിക്കാനുമൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേനലിൽ എന്നെ പിടിച്ച് നിർത്തുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് എൻ്റെ ഈ കോവയ്ക്കയാണ്. കോവയ്ക്ക, തക്കാളി, ചുവന്ന ചീര, പച്ചച്ചീര, കൊള്ളിച്ചീര, പൊന്നാങ്കണ്ണി ചീര, അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് അത്യാവശ്യം എൻ്റെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഞാൻ പയറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്നും എനിക്ക് വെയിലായതുകൊണ്ട് വീഡിയോ എടുക്കാനേ എനിക്ക് തോന്നില്ല, അത്രമാത്രം ചുട്ടുപൊള്ളുന്ന വെയിലാണ്. പക്ഷേ പയറിന് നല്ല വെയിൽ വേണം. അതുകൊണ്ട് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് പന്തലൊക്കെ ഞാനിപ്പോൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പുളിപ്പള്ളത്ത് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ.
അപ്പോൾ അതെല്ലാം വെച്ച് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, മുനിസിപ്പാലിറ്റി പൈപ്പിൽ വെള്ളം വരുമ്പോൾ ഞാനൊരു പഴയ ബക്കറ്റിൽ, വലിയ ബക്കറ്റാണ് കേട്ടോ, അതിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കും. അത്യാവശ്യം ചീരയ്ക്കൊക്കെ നനയ്ക്കാനും കോവയ്ക്ക ഇതിനൊക്കെ നനയ്ക്കാനായിട്ട് ഇതിൽ നിന്നാണ് ഞാൻ വെള്ളം ഉപയോഗിക്കുന്നത്. വാഴയ്ക്ക് വെള്ളം വരുമ്പോൾ മാത്രമേ നനയ്ക്കാറുള്ളൂ. കാരണം അതിന് ഞാൻ പുതയിട്ടിട്ടുണ്ട്. അപ്പോൾ പുതയിട്ടിട്ടുള്ളത് കൊണ്ട് വെള്ളം പെട്ടെന്ന് ഈ വാഴയ്ക്ക് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നില്ല. 14 വാഴ വെച്ചതിൽ 2 മാത്രമേ എനിക്ക് പട്ടുപോയിട്ടുള്ളൂ. അത് ശരിയായ രീതിയിൽ വെയിൽ കിട്ടാതെയാണ്. ബാക്കിയുള്ള 12 വാഴയും നല്ല രീതിയിൽ കൊലച്ചു. നല്ല യമണ്ടം കൊലകളാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കപ്പക്കൊല ആൾറെഡി ഇപ്പോൾ 2 കപ്പക്കൊലയും ഒരു റോബസ്റ്റയും നിൽപ്പുണ്ട്. അടുത്ത് 2 വാഴ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കി ഫുൾ കൃഷി വെറൈറ്റി വെജിറ്റബിൾസ് മാത്രം വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം വാഴയ്ക്ക് എനിക്ക് നഷ്ടമായതുകൊണ്ടല്ല, ഒരുപാട് കാലം നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ സ്ഥലത്ത് വേറെ ചെടികളൊന്നും നമുക്ക് വെക്കാൻ പറ്റുന്നില്ല, വെജിറ്റബിൾസൊക്കെ. കാരണം ഈ വാഴയുടെ ഇല ഉണ്ടല്ലോ, സൂര്യപ്രകാശം താഴേക്ക് പതിക്കാൻ വേണ്ടി തടസ്സമാകുന്നുണ്ട്. അതുകൊണ്ട് അതിന് താഴെ വരുന്ന ചെടികളൊന്നും കറണ്ട് നിൽക്കുന്നതെല്ലാം വരുന്നില്ല. വഴുതനങ്ങയ്ക്ക് വെണ്ടയ്ക്കൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് തരും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ 2 വാഴ, ഒരു കപ്പയും ഒരു റോബസ്റ്റയും നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുൾ വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടുത്തണം. കാരണം എനിക്കതിൽ ഒരുപാട് മാനസികമായിട്ടുള്ള സന്തോഷം കിട്ടുന്നുണ്ട്. കുറച്ച് കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൂടുതലും ഞാൻ ഇത്രയും എഫേർട്ട് ഇടുന്നത്. നല്ല രീതിയിൽ സൺ ടാൻ എനിക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പഴയ നിറമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ മക്കൾ അത്രയും ആരോഗ്യത്തോടെ ഇരിക്കുമല്ലോ എന്നുള്ള ഒരു സന്തോഷം എൻ്റെ ഭർത്താവിനായിരുന്നാലും എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എൻ്റെ അയൽവാസികൾക്കായിരുന്നാലും എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ചെറിയൊരു പങ്ക് കൊടുക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ മനസ്സറിഞ്ഞാൽ എല്ലാവർക്കും, അതെൻ്റെ മക്കൾക്കായിരുന്നാലും എനിക്ക് ചുറ്റുമുള്ളവർക്കായിരുന്നാലും ഞാൻ മനസ്സറിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാറുള്ളത് കേട്ടോ. അതിലെനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ അധ്വാനത്തിൻ്റെ ഞാൻ 2 നേരം വെള്ളം ഒഴിക്കാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ അടുക്കളയിൽ നിന്ന് വരുന്ന അരി കഴുകിയ വെള്ളം, ഉഴുന്ന് കഴുകിയ വെള്ളം, ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ വെയിലൊന്ന് പോലും നോക്കാതെ കൊണ്ടുവന്ന് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ടും കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഗാർഡൻ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു തക്കാളി നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തക്കാളി പിടിച്ചു വന്നതാണ് എൻ്റെയൊക്കെ. ഈ മണ്ണും പുല്ലൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ ഇളക്കിയപ്പോഴേക്കും അതിൻ്റെ വേരിൻ്റെ തൊട്ട് മുകൾ ഭാഗം വെച്ച് പോയി. എന്നാലും കുഴപ്പമില്ല, വേറെ ടൊമാറ്റോസൊക്കെ ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എന്നെ നല്ല രീതിയിൽ എൻ്റെ കൃഷിക്കായിരുന്നാലും ഗാർഡനിങ്ങിനായിരുന്നാലും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഇക്ക മാത്രമാണ്, വേറെ ആരുമില്ല. എൻ്റെ ഇക്ക മാത്രമാണ് കേട്ടോ. പാവമാണ്. ഞാൻ പറയുന്നതൊക്കെ എനിക്ക് വാങ്ങിച്ചു തരാറുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ സന്തോഷം അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങളായിരുന്നാലും ടേസ്റ്റിന് വ്യത്യാസം, മക്കൾക്ക് അസുഖം ഉണ്ടാവാതിരിക്കുക എന്നുള്ളൊരു വലിയൊരു പോസിറ്റീവ് എൻ്റെ ഇക്ക മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം എനിക്ക് വാങ്ങിത്തരാറുണ്ട്. പിന്നെ ഗാർഡൻ എന്ന് വെച്ചാൽ ചെടികളും ഇലകളൊക്കെ, അതൊക്കെ ഇലച്ചെടികളൊക്കെ എൻ്റെ മനസ്സിന് സന്തോഷത്തിന് വേണ്ടി, ഇതൊക്കെ എൻ്റെ കുടുംബത്തിനും എനിക്കും എല്ലാവർക്കും വേണ്ടി. അങ്ങനെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഇക്ക മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി വേറെ സപ്പോർട്ടെന്ന് പറയാൻ എൻ്റെ അയൽവാസികൾ 2-3 പേരൊക്കെ എനിക്ക് നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാകുന്നതിൻ്റെ ഓരോ പങ്കും എനിക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര എനിക്കൊരു പ്രൗഡായിട്ട് തോന്നാറുണ്ട്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടാണല്ലോ, ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണല്ലോ അത്. അതിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഞാൻ ചെയ്യുന്നത് അങ്ങനെ തന്നെ എൻ്റെ കുടുംബത്തിനായിരുന്നാലും എൻ്റെ കുടുംബം പോലെ തന്നെയാണ് എൻ്റെ അയൽവാസികളും, അവർക്കും ഞാൻ കൊടുക്കും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ അതായി കാണുന്നത് പുളിച്ചക്കീരയാണ്. ഇത് വെച്ചൊരു ചെറിയ ചട്നി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ദിവസം കൊണ്ട് ചെയ്യുന്നു. എനിക്ക് സമയം അത്രയ്ക്ക് എനിക്ക് കിട്ടാറില്ല കേട്ടോ. മിക്കവാറും ഞാൻ ഒന്ന് ഫ്രീ ആവുന്നത്
വൈകിട്ട് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴാണ്. അതുവരെ ഞാനിങ്ങനെ കാലിൽ ടയറിട്ടിട്ട് ഓടുന്നത് പോലെ ഞാനിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എന്തായിരുന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ വീഡിയോ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചയ്ക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഹാർവെസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം.